വിശ്വസിക്കാനാവുന്നില്ല. ഒരുപാട് ദൂരം നടന്നു. കുറേ നേരത്തെ അലച്ചിലിന് ശേഷം ഞങ്ങളത് കണ്ടെത്തിയിരിക്കുന്നു. സൂര്യൻ അസ്തമിച്ചു. തിരികെ പോകുന്നതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോഴാണ് ചന്ദ്രപ്രകാശത്തിൽ കുളിച്ചു നിൽക്കുന്ന മരങ്ങൾക്കിടയിലൂടെ ഒരു ഗേറ്റിൻ്റെ മുകൾ ഭാഗം ഞങ്ങൾ കണ്ടത്. പിന്നെ ആകാംക്ഷയോടെ മുന്നിലുള്ള ആ മരപ്പാലത്തിലേക്ക് കാലെടുത്ത് വെച്ചു. പതിറ്റാണ്ടുകളായി ആരുടെയും ഭാരം താങ്ങാത്തതുപോലെ അത് ഞെരങ്ങി ശബ്ദമുണ്ടാക്കി. പാലത്തിനപ്പുറം പൈൻ മരങ്ങളുടെ ഇലകളും പാറകളും നിറഞ്ഞ വഴി മുകളിലേക്ക് നീളുന്നു. ശബ്ദങ്ങളില്ല, കാറ്റില്ല. ഞങ്ങൾക്കും ആ മാളിക വീടിനുമിടയിൽ വലിയൊരു നിശബ്ദത മാത്രം. ഹിമറോ മന്ദിരം മുന്നിൽ നിശബ്ദമായി ഉയർന്നു നിൽക്കുന്നു. അതിൻ്റെ മേൽക്കൂര പലയിടത്തും താർന്നിട്ടുണ്ട്. പക്ഷേ മതിലുകൾ ഇപ്പോഴും വിടാതെ നിൽക്കുന്നുണ്ട്. കറുത്ത നിറം പിടിച്ച തടിയും വിണ്ടുകീറിയ പ്ലാസ്റ്ററും. പ്രവേശന കവാടത്തിൽ പകുതി തകർന്നു പോയ ഒരു ടോറി ഗേറ്റുണ്ട്. ഞങ്ങൾ അതിനിടയിലൂടെ നടന്നു. പടി കടന്നയുടനെ കയ്യിലെ ടോർച്ച് ലൈറ്റിൻ്റെ വെളിച്ചം കുറയുന്നു. പതുക്കെ തുറന്നു കിടക്കുന്ന ആ മാളികയുടെ അകത്തേക്ക് ഞങ്ങൾ പ്രവേശിച്ചു. ഉള്ളിലെ വായുവിൽ പൂപ്പലിൻ്റെയും പൊടിയുടെയും ഗന്ധം നിറഞ്ഞു നിൽക്കുന്നു. ആ സ്ഥലം മുഴുവൻ നനഞ്ഞതും പൂപ്പൽ പിടിച്ചതുമായി തോന്നുന്നു. എന്നാൽ അവിടെ വേറെന്തോ ഒന്നുകൂടിയുണ്ട്. നേരത്തെ ഒരു ലോഹഗന്ധം, പഴകിയ രക്തത്തിൻ്റെ മണം. തറയിൽ പാകിയ തടി പലകകളിലൂടെയുള്ള ആദ്യ ചൂടുകൾ, പഴയ മരപ്പലകകൾ ഞെരുങ്ങുമ്പോൾ ഉണ്ടാകുന്ന വികൃതമായ ശബ്ദം ആ നിശബ്ദതയിൽ വല്ലാതെ പ്രതിധ്വനിക്കുന്നു. ഇതൊരു ഇടനാഴിയാണ്. ഇതിനെക്കുറിച്ച് ഞങ്ങൾ മുമ്പ് കേട്ടിട്ടുണ്ട്. പണ്ട് നാട്ടുകാർ ഇതിനെ കയറുകളുടെ ഇടനാഴി എന്ന് വിളിച്ചിരുന്നു. നീളമുള്ളതും ഇടുങ്ങിയതും ഗ്ലാസ് പിടിപ്പിച്ച ജനലുകൾ വശങ്ങളിലുമുള്ള ഇടനാഴി. എന്തോ ഒന്ന് പുറത്തു കടക്കാൻ ശ്രമിച്ചിരുന്നതുപോലെ ഭിത്തികളിൽ പോറലുകളും വിള്ളലുകളുമുണ്ട്. മേൽക്കൂരയിൽ പലയിടത്തും ഇപ്പോഴും കയറുകൾ തൂങ്ങിക്കിടക്കുന്നു. പഴക്കം കൊണ്ട് കറുത്ത് ദ്രവിച്ചു തുടങ്ങിയ കയറുകൾ. ചിലത് മുറിച്ച നിലയിലാണ്, മറ്റു ചിലതിൽ കുരുക്കുകളുണ്ട്. ഇടനാഴിയുടെ അവസാനം ഇടതുവശത്തുള്ള ഒരു വാതിൽ അടച്ചു പൂട്ടിയിട്ടിരിക്കുന്നു. അതിൽ വായിക്കാൻ കഴിയാത്ത എന്തോ ഒന്ന് എഴുതിയിട്ടുണ്ട്. ഞങ്ങളത് തുറക്കാൻ ശ്രമിച്ചു. പെട്ടെന്ന് പിന്നിൽ എന്തോ ഇഴയുന്ന ശബ്ദം. തിരിഞ്ഞു നോക്കുമ്പോൾ അവിടെ ആരുമില്ല. പക്ഷേ തൂങ്ങിക്കിടക്കുന്ന കയറുകളിലൊന്നിപ്പോൾ പതുക്കെ ആടുന്നുണ്ട്. തകർന്നു വീണ ഒരു തടിത്തൂണിനപ്പുറത്തായി ഞങ്ങൾ ഒരു ടാറ്റമി മുറി കണ്ടെത്തി. ഒരു കാലത്ത് അത് നിശബ്ദമായ ഒരു വിശ്രമ സ്ഥലമായിരുന്നിരിക്കണം. എന്നാൽ ഇപ്പോൾ ടാറ്റമി പായകളെല്ലാം പഴക്കത്താൽ കീറി പറഞ്ഞ് കറകൾ പുരണ്ടിരിക്കുന്നു. വലിയ ചുമരുകളിൽ ഒരു കുട്ടിയുടേതുപോലുള്ള ചെറിയ കൈപ്പത്തിയുടെ പാടുകളുണ്ട്. ചുവന്ന നിറത്തിൽ എന്തോ വലിച്ചിഴച്ചതിൻ്റെ പാടുകളും. ആചാരത്തിന് മുമ്പ് കയർ പൂജാരണി ഉറങ്ങിയിരുന്നത് ഇവിടെയായിരുന്നു. പെട്ടെന്ന് എൻ്റെ ചിന്തകൾക്ക് തീ പിടിക്കുന്നു. ക്രൂരമായ ഒരു ആചാരത്തിനായി കെട്ടിവരിഞ്ഞു കൊണ്ടുപോകുമ്പോൾ അവൾ ഭയപ്പെട്ടിരുന്നു. തനിക്കെന്താണ് സംഭവിക്കുന്നതെന്നും താൻ എത്രത്തോളം അപകടത്തിലാണെന്നും അവൾക്ക് മനസ്സിലായിരുന്നു. മന്ദിരത്തിൻ്റെ ഉള്ളിലേക്ക് കൂടുതൽ കടന്ന് ഞങ്ങൾ മറ്റൊരു മുറിയിൽ പ്രവേശിച്ചു. അതിനു തൊട്ടു മുമ്പ് ആ നിശബ്ദതയിൽ ഒരു ശബ്ദം, ഒരു തേങ്ങൽ, ഒരു സ്ത്രീയുടെ നേർത്ത ശബ്ദം. ഞങ്ങളൊരു നിമിഷം സ്തംഭിച്ചു നിന്നു. എന്നാൽ അത് വെറുമൊരു തോന്നൽ മാത്രമായിരിക്കുമെന്ന് ഞങ്ങൾ പരസ്പരം ആശ്വസിപ്പിച്ചു. ഈ മുറിക്ക് കൂടുതൽ തണുപ്പുണ്ട്. ലോകങ്ങൾക്കിടയിലുള്ള അതിർത്തി പ്രതിഫലിപ്പിക്കുമെന്ന് പറയപ്പെടുന്ന ആ വലിയ ആചാരപരമായ കണ്ണാടി ചില്ലുകൾ പൊട്ടി ചുമരിൽ തൂക്കിയിട്ടിരിക്കുന്നു. നടുവിലായി ഉയർന്ന ഒരു ബലിപീഠത്തിൽ ചിന്നിയതെങ്കിലും നേർത്ത വെളിച്ചം പ്രതിഫലിക്കുന്ന ഒരു പ്രധാന സ്ഫടിക കഷ്ണം ഇരിക്കുന്നു. ഞങ്ങൾ അതിൽ നോക്കിയപ്പോൾ സ്വന്തം രൂപം മാത്രമല്ല, അതിലൊരു പെൺകുട്ടിയുടെ പ്രതിരൂപം കൂടിയുണ്ട്. ഒരു ഞെട്ടലോടെ ഞങ്ങളത് മനസ്സിലാക്കി. അത് അവളാണ്. വെളുത്ത വസ്ത്രം ധരിച്ച, നീണ്ട കറുത്ത മുടിയുള്ള, മുഖം പകുതി മറിച്ച ആ പെൺകുട്ടി. അവൾ പിന്നിൽ നിൽക്കുന്നു. ഭയന്ന് ഞങ്ങൾ പെട്ടെന്ന് തിരിഞ്ഞു നോക്കി. പക്ഷേ അവിടെ ആരുമില്ല. മുറി ശൂന്യമാണ്. ടോർച്ച് ലൈറ്റിൻ്റെ പ്രകാശം ഇപ്പോൾ പൂർണ്ണമായി അണഞ്ഞു. ആ നിശബ്ദതയിൽ ചില കാലടി ശബ്ദങ്ങൾ കേൾക്കുന്നു. കൂടെ എന്തൊക്കെയോ വിളിച്ചഴയ്ക്കുന്നതിൻ്റെ ശബ്ദങ്ങൾ. അതടുത്തു വരുന്നു. ഭയപ്പെട്ട ഞങ്ങൾ ഓടി. പക്ഷേ ഇടനാഴിയിൽ ഞങ്ങൾക്ക് വഴി തെറ്റിയിരിക്കുന്നു. മുമ്പ് ഞങ്ങൾ ഇങ്ങോട്ട് വരുമ്പോൾ കാണാത്ത ചില വാതിലുകൾ. ഓരോ മുറിയുടെയും ഇരുണ്ട കോണുകളിൽ നിന്ന് കുറേയേറെ കണ്ണുകൾ ഞങ്ങൾ ഉറ്റുനോക്കുന്നതായി തോന്നുന്നു. അവസാനം ഞങ്ങൾ ബലിപീഠമുള്ള ഒരു മുറിയിലേക്ക് ഓടിക്കയറി. ആചാരം പരാജയപ്പെട്ടപ്പോൾ ഹിമറോ കുടുംബനാഥൻ അവസാന കർമ്മം നിർവഹിച്ചത് ഇവിടെയായിരുന്നു. ശാപത്തെ തടഞ്ഞു നിർത്താൻ അദ്ദേഹം തൻ്റെ കുടുംബത്തെ മുഴുവൻ ഇവിടെ വെച്ച് കൊന്നുവെന്ന് പറയപ്പെടുന്നു. ചുമരിൽ ഒരു കുടുംബചിത്രം തൂങ്ങിക്കിടക്കുന്നുണ്ട്. അതിലൊന്നൊഴികെ മറ്റെല്ലാ മുഖങ്ങളും മായ്ച്ചു കളഞ്ഞിരിക്കുന്നു. മായ്ച്ചു കളയപ്പെടാത്ത ചിത്രം അവളുടേതാണ്. അവസാനത്തെ കയർ പൂജാരിണിയുടെ. അവൾ ഞങ്ങളെ ഉറ്റുനോക്കുന്നു.
കണ്ണുകൾ വിടർന്ന് നനഞ്ഞിരിക്കുന്നു. മനസ്സിൻ്റെ ഒരു കോണിൽ ഒരു നൊമ്പരം. പെട്ടെന്ന് ബലിപീഠത്തിന് പിന്നിൽ നിന്ന് എന്തോ ഒന്ന് ഉയർന്നു വരുന്നു. അത് അവൾ തന്നെയാണ്. അവളുടെ കൈകളിൽ കയറുണ്ട്. ഇപ്പോൾ ഞങ്ങൾ അനുഭവിക്കുന്നത് വേദനയല്ല, ഭയമാണ്. ഭാഗ്യവശാൽ അത് വഷളാകുന്നതിന് മുമ്പ് എൻ്റെ ബോധം പറഞ്ഞു. എന്തോ കീറുന്നതും പൊട്ടുന്നതുമായ ശബ്ദമാണ് ഞാൻ അവസാനമായി കേട്ടത്. ശരീരം മുറിഞ്ഞ് പല കഷ്ണങ്ങളാകുന്നത് പോലെ. ജപ്പാന്റെ തലസ്ഥാനമായ ടോക്കിയോയുടെ പ്രാന്തപ്രദേശങ്ങളിൽ വലിയ പർവ്വതങ്ങളുടെ താഴ്വാരത്ത് വനങ്ങളാൽ ചുറ്റപ്പെട്ട ഒരു പ്രദേശം. അവിടെ മരങ്ങൾക്കിടയിൽ ഒളിഞ്ഞുകിടക്കുന്ന ഒരു കൊട്ടാരമുണ്ട്. ഇടയ്ക്കിടെ പെയ്യുന്ന മഴയും കാറ്റും ചില സമയങ്ങളിൽ മൂടൽമഞ്ഞും അവിടേക്കുള്ള യാത്ര ദുഷ്കരമാക്കും. തകർന്നു തുടങ്ങിയ മതിൽക്കെട്ടിനകത്തെ ഒരു പുരാതനമായ മാളിക, അത് വലിയൊരു തിന്മയെ ഉൾക്കൊള്ളുന്നതായി പറയപ്പെടുന്നു. ഹിമുറ മന്ദിരത്തെക്കുറിച്ച് വ്ളോഗായും ഒരുപാട് കഥകൾ ഇൻ്റർനെറ്റിൻ്റെ ലോകത്ത് പ്രചരിക്കുന്നുണ്ട്. അതിൽ എന്നെ വളരെയധികം ഭയപ്പെടുത്തിയ ഒരു ബ്ലോഗ് പോസ്റ്റിലെ അനുഭവക്കുറിപ്പാണ് ഞാൻ നിങ്ങളുമായിട്ട് ഇപ്പോൾ പങ്കുവച്ചത്. ഹിമുറ മന്ദിരത്തെക്കുറിച്ച് ഞാൻ അടുത്തിടെയാണ് കേട്ടത്. സമീപകാലത്ത് യാദൃശ്ചികമായി കണ്ട ഒരു വീഡിയോ ഈ മന്ദിരത്തെക്കുറിച്ചുള്ളതായിരുന്നു. അതോടുകൂടി എനിക്ക് ആകാംക്ഷയായി. ഹിമുറ മന്ദിരത്തെക്കുറിച്ച് കൂടുതൽ അറിയാനായി എൻ്റെ പ്രാഥമിക അന്വേഷണം ആരംഭിച്ചു. അതിൻ്റെ ദുരൂഹമായ ചരിത്രത്തെക്കുറിച്ചുള്ള ഫോട്ടോഗ്രാഫുകളും ബ്ലോഗ് പോസ്റ്റുകളും നിരവധിയായി ഇൻ്റർനെറ്റിൽ നിന്ന് ലഭ്യമായി. കൂടാതെ അതിൻ്റെ മതിലുകൾക്കുള്ളിൽ നടന്നെന്ന് പറയപ്പെടുന്ന രാത്രി മുഴുവൻ നീണ്ടു നിൽക്കുന്ന പ്രേതവേട്ട വീഡിയോകളും യൂട്യൂബിൽ ഉണ്ടായിരുന്നു. എന്നാൽ ഞാൻ കൂടുതൽ ആഴത്തിൽ അന്വേഷിച്ചപ്പോൾ ഹിമുറ മന്ദിരത്തെക്കുറിച്ച് ഞാൻ അറിഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ എന്നെ ആശയക്കുഴപ്പത്തിലാക്കാൻ തുടങ്ങി. അതെന്താണെന്ന് പറയുന്നതിന് മുമ്പ് ഹിമുറ മനുഷ്യൻ്റെ പറയപ്പെടുന്ന ചരിത്രത്തിലേക്കൊന്ന് നമുക്ക് പോയി വരാം. തകർന്നുകൊണ്ടിരിക്കുന്ന ആ ജപ്പാനീസ് മാളികയ്ക്ക് താഴെ ഭൂമിയുടെ ആഴങ്ങളിൽ ഭയാനകമായ എന്തോ ഒന്ന് ഉറങ്ങിക്കിടക്കുന്നുണ്ടെന്നാണ് വിശ്വാസം. കൂടാതെ ജപ്പാനിലെ ഏറ്റവും കുപ്രസിദ്ധമായ കുറ്റകൃത്യങ്ങളിൽ ഒന്ന് നടന്നതും ഈ പാലസിൽ വെച്ചാണ്. ഹിമുറ മാളികയുടെ ചരിത്രത്തിലെ അസ്വസ്ഥജനകമായ കഥ. ജപ്പാനിലെ ഒരു പഴയ ബംഗ്ലാവിനെ ഇന്നും വേട്ടയാടുന്ന അതിഭയാനകമായ ഒരു ശാപത്തിൻ്റെ കഥ. കാലങ്ങൾക്ക് മുമ്പ് ആ മാളികയിൽ ജീവിച്ചിരുന്ന ഹിമുറ കുടുംബത്തെക്കുറിച്ചാണ് ഈ കഥ പറയുന്നത്. എന്നാൽ ഈ കഥയെ ഇത്രയധികം ഭയാനകമാക്കുന്നത് ആ മാളിക മാത്രമല്ല, അതിനെ ചുറ്റിപ്പറ്റിയുള്ള ഇരുണ്ട ചരിത്രം കൂടിയാണ്. കൊലപാതകങ്ങളും ദുഷ്ടമായ ആചാരങ്ങളും തലമുറകളായി ആ കുടുംബത്തെ വേട്ടയാടിയ ഒരു ശാപവും നിറഞ്ഞ കഥ. നൂറ്റാണ്ടുകൾ നീണ്ട ചരിത്രമുണ്ട് ഹിമുറ കുടുംബത്തിനും അവരുടെ ഈ കൊട്ടാരത്തിനും. എന്നാൽ ഈ കുടുംബം മുഴുവൻ ഭൂമിയിൽ നിന്ന് തുടച്ചു നീക്കപ്പെട്ട ആ സംഭവം നടന്ന കൃത്യമായ തീയതി ഇപ്പോഴും അജ്ഞാതമാണ്. എങ്കിലും എഴുതപ്പെട്ടതും പറയപ്പെടുന്നതുമായ കഥകൾ വെച്ച് നോക്കുമ്പോൾ ഈ സംഭവം നടന്നത് ഏകദേശം 1900-1920 കാലഘട്ടങ്ങളിലായിരിക്കാനാണ് സാധ്യത. കൊട്ടാരം ഇപ്പോൾ നിൽക്കുന്ന പ്രദേശം സംരക്ഷിക്കാനുള്ള ചുമതല നൂറ്റാണ്ടുകളായി ഹിമുറ കുടുംബത്തിനായിരുന്നു. അന്ന് കാലത്ത് ആ നാട്ടിലെ വ്യവഹാരങ്ങളിൽ വിചാരണ നടത്താനും കുറ്റവാളികളെ ശിക്ഷിക്കാനുള്ള അധികാരവും അവിടുത്തെ കുടുംബനാഥന് ഉണ്ടായിരുന്നു. ഹിമുറ കുടുംബം മറ്റു കുടുംബങ്ങളെ പോലെ ആയിരുന്നില്ല. തങ്ങളുടെ സമ്പത്തും അധികാരവും നിലനിർത്തുന്നതിനായി വർഷങ്ങളായി ജപ്പാനിൽ നിരോധിക്കപ്പെട്ടിരുന്ന പുരാതന ആചാരങ്ങൾ അവർ രഹസ്യമായി ചെയ്തിരുന്നതായി പറയപ്പെടുന്നു. ഈ ആചാരങ്ങൾ പഴയ ഷിൻഡോ വിശ്വാസത്തിൻ്റെ ഭാഗമായിരുന്നു. അവ വളരെ നിഷ്ഠൂരവും ക്രൂരവുമായിരുന്നു. കുടുംബം ഈ ആചാരങ്ങൾ ഒരു രഹസ്യമായി സൂക്ഷിക്കുകയും ഒരു തലമുറയിൽ നിന്ന് അടുത്ത തലമുറയിലേക്ക് കൈമാറുകയും ചെയ്തു വന്നു. നിരവധി മുറികളുള്ള ആ വലിയ മാളിക ഈ ആചാരങ്ങൾ നടപ്പിലാക്കാനുള്ള ഒരു വേദിയായി മാറി. കൂടാതെ കാലക്രമേണ അധികാരത്താൽ മത്തുപിടിച്ച ഹിമുറ കുടുംബം അവരെ ചോദ്യം ചെയ്യുന്നവരെയും എതിർക്കുന്നവരെയും ഓരോ കാരണങ്ങളുണ്ടാക്കി കൊന്നു തള്ളാൻ തുടങ്ങി. നിരവധി നിരപരാധികളുടെ മരണത്തിന് അവർ കാരണമായി. നാളുകൾ കഴിഞ്ഞപ്പോൾ മരിച്ചവരുടെ ആത്മാക്കൾ പ്രതികാരം ചോദിക്കാൻ തിരികെ വന്നു. ആ മാളിക അന്ധകാരം നിറഞ്ഞ ഒരിടമായി മാറി. പിന്നെ തുടർച്ചയായ ആ കുടുംബത്തിൽ അനിഷ്ടങ്ങൾ സംഭവിക്കാൻ തുടങ്ങി. ഭയന്ന ഹിമുറ കുടുംബം ഒരു മന്ത്രവാദിയുടെ സഹായം തേടി. അവരുടെ ദുഷ്ടപ്രവൃത്തികൾ ഒരുപാട് ശാപങ്ങൾ വരുത്തി വച്ചിട്ടുണ്ടെന്നും അവരെ ശിക്ഷിക്കാൻ ആത്മാക്കൾ മടങ്ങി വരുന്നുണ്ടെന്നും മന്ത്രവാദി അവരോട് പറഞ്ഞു. തുടർന്ന് കുടുംബം മുമ്പ് ചെയ്തതിനേക്കാൾ ഭയാനകമായ മറ്റൊരു ആചാരം ആ മന്ത്രവാദി നിർദ്ദേശിച്ചു. ഈ ആചാരത്തിന് ആ പ്രതികാരദാഹികളായ ആത്മാക്കളിൽ നിന്ന് ഹിമുറ കുടുംബത്തെയും നാടിനെയും സംരക്ഷിക്കാൻ കഴിയുമെന്ന് അവരെ അയാൾ പറഞ്ഞ് വിശ്വസിപ്പിച്ചു. അയാൾ പറഞ്ഞ ആ ആചാരത്തിന് ഒരു കന്യകയുടെ രക്തം ആവശ്യമായിരുന്നു. പക്ഷേ ഏതെങ്കിലും ഒരു പെൺകുട്ടിയെ ആയിരുന്നില്ല വേണ്ടത്. ആ കുടുംബത്തിൽ തന്നെയുള്ളവളായിരിക്കണം. പിന്നെ ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും ശുദ്ധിയുള്ളവളും ആയിരിക്കണം.
ഈ പറഞ്ഞ ആചാരം നടപ്പിലാക്കാൻ ആ പെൺകുട്ടിയെ വളരെ ക്രൂരമായ രീതിയിൽ ബലി കൊടുക്കേണ്ടതുണ്ട്. 5 കുതിരകളെ കൊണ്ട് ശരീരം വലിച്ചു കീറുന്ന ഒരു ഭയാനകമായ രീതി. ഇതനുസരിച്ച് പെൺകുട്ടിയെ 5 കുതിരകളുമായി ബന്ധിപ്പിക്കുകയും ഓരോ കുതിരയെയും വ്യത്യസ്തമായ ദിശകളിലേക്ക് ഓടിക്കുകയും ചെയ്യും. കുതിരകൾ കുതിച്ചോടുമ്പോൾ ആ പെൺകുട്ടിയുടെ ശരീരം പിച്ചി ചീന്തപ്പെടും. തുടർന്ന് അവളുടെ രക്തത്തിൽ അവളെ ബന്ധിച്ചിരിക്കുന്ന കയറുകൾ കുതിർത്തെടുക്കുന്നു. ആത്മാക്കളെ അകറ്റി നിർത്താൻ ആ കയർ മാളികയുടെ പ്രവേശന കവാടത്തിൽ തൂക്കിയിടുകയും ചെയ്യണം. ഈ ബലിക്കായി തിരഞ്ഞെടുക്കപ്പെടുന്ന പെൺകുട്ടിയുടെ പവിത്രത നിലനിർത്തുന്നതിന് ഒരു തടവുകാരിയെപ്പോലെ പൂർണ്ണമായ ഏകാന്തതയിലായിരിക്കണം ആ പെൺകുട്ടിയെ വളർത്തേണ്ടത്. ജനിച്ച നിമിഷം മുതൽ അവളെ ഒരു മുറിയിൽ പൂട്ടിയിടണം. പുറത്തു പോകാനോ മറ്റൊരാളെ കാണാനോ അവൾ ഒരിക്കലും അനുവദിക്കരുത്. കൃത്യസമയത്ത് അവൾക്ക് ഭക്ഷണം നൽകും. പക്ഷേ അവളുടെ ജീവിതം ഏകാന്തതയുടെയും അന്ധകാരത്തിൻ്റെയും ഇടയിൽ മാത്രമായിരിക്കും. ആചാരം ഫലിക്കണമെങ്കിൽ അവളുടെ മനസ്സും ആത്മാവും ശരീരവുമെല്ലാം ശുദ്ധമായി തന്നെ നിലനിർത്തേണ്ടതുണ്ട്. ഓരോ 50 വർഷം കൂടുമ്പോഴും ഈ ആചാരം നടത്തേണ്ടിയിരുന്നു. കാരണം കന്യകളുടെ രക്തത്താൽ സൃഷ്ടിക്കപ്പെട്ട ആ മുദ്രയുടെ ശക്തി കാലക്രമേണ ദുർബലമാകുമായിരുന്നു. 50 വർഷത്തിലധികം ആത്മാക്കളെ അകറ്റി നിർത്താൻ ആ മുദ്രയ്ക്ക് ശക്തിയുണ്ടാകില്ല. പ്രതികാരം ചെയ്യാൻ അവർ മാളികയിലേക്ക് വീണ്ടും മടങ്ങി വരും. കുടുംബത്തെ സംരക്ഷിക്കാൻ തലമുറകളോളം ഈ ആചാരം ആവർത്തിക്കേണ്ടതുണ്ട്. സ്വാഭാവികമായി ഈ ആചാരം നടക്കുന്നതിൻ്റെ 20-25 വർഷങ്ങൾക്ക് മുമ്പ് ജനിക്കുന്ന പെൺകുട്ടികളിൽ ഒരാളെയായിരിക്കും ഇതിനായിട്ട് തിരഞ്ഞെടുക്കുക. ബലി നടക്കുമ്പോൾ അവൾ യൗവനയുക്തിയായിരിക്കണം. ഇങ്ങനെ കാലാകാലങ്ങളിൽ ജനിച്ച ഉടനെ ഇതിനായി തിരഞ്ഞെടുക്കപ്പെട്ട ഓരോ പെൺകുട്ടികളെയും ബലിയർപ്പിക്കാനുള്ള സമയമാകുന്നതുവരെ ആ മാളികയിലെ ഇരുട്ടുമുറിയിൽ അടച്ചിട്ട് വളർത്തി. പുറലോകം എന്തെന്നറിയാതെ തണുത്തിരുണ്ട ആ മുറിയുടെ 4 ചുവരുകൾക്കുള്ളിൽ നിങ്ങളുടെ ജീവിതകാലം മുഴുവൻ കഴിച്ചുകൂട്ടുക. ഒടുവിൽ അതിക്രൂരമായി കൊല ചെയ്യപ്പെടുക. ഇതൊന്ന് സങ്കല്പിച്ചു നോക്കൂ. ആ മാളിക ഭീതിയുടെ ഒരു താവളമായി മാറി. അവിടെ നിഷ്കളങ്കരായ പെൺകുട്ടികൾ അത്യധികം ക്രൂരമായ രീതിയിൽ കൊല ചെയ്യപ്പെട്ടു. ഹിമുറോ കുടുംബം തിന്മയുടെ പര്യായമായി മാറി. അവരുടെ പ്രവൃത്തികൾ ഇരുണ്ട ശക്തികളുടെ ശ്രദ്ധ ആകർഷിച്ചു. മന്ത്രവാദി പറഞ്ഞ ആ ആചാരം ദുരാത്മാക്കളെ മാറ്റി നിർത്തിയെങ്കിലും അതൊരു വലിയ പാപമായിരുന്നു. ആ ശാപത്തേക്കാൾ ക്രൂരമായ ഒന്ന്. ഹിമുറോ കുടുംബത്തിന് ആ ശാപം ഒരു വലിയ ഭാരമായി. തങ്ങളുടെ പൂർവികരുടെ പ്രവൃത്തികൾ കാരണം ആ കുടുംബത്തിലെ ഓരോ അംഗവും അവരതറിഞ്ഞാലും ഇല്ലെങ്കിലും കഷ്ടപ്പെടാൻ വിധിക്കപ്പെട്ടവരായിരുന്നു. എന്നാൽ ഈ ആചാരം ഒഴിവാക്കാനാകാത്ത വിധിയെ വൈകിപ്പിക്കാനുള്ള ഒരു വഴി മാത്രമായിരുന്നു. വിധിയിൽ നിന്ന് ഒളിച്ചോടാൻ കഴിയില്ല. കർമ്മഫലങ്ങൾ കാലക്രമേണ അവരെ തീർച്ചയായും തേടിയെത്തും. കാലം കടന്നു പോയപ്പോൾ ഹിമുറോ കുടുംബം വീണ്ടും ആചാരം നടത്താൻ തയ്യാറെടുത്തു. മറ്റൊരു പെൺകുട്ടി ജനിച്ചു. മുമ്പുള്ളവരെ പോലെ അവളെയും ആ ഇരുണ്ട മുറിയിൽ പൂട്ടിയിട്ടു. പക്ഷേ ഇത്തവണ വ്യത്യസ്തമായ ഒന്ന് സംഭവിച്ചു. പെൺകുട്ടിയെ പാർപ്പിച്ചിരുന്ന മുറിക്ക് ഒരു ചെറിയ ജനാലയുണ്ടായിരുന്നു. ഒരു ദിവസം പരിസരത്ത് ജോലി ചെയ്തിരുന്ന ഒരു യുവാവ് ആ ജനാലക്കരിയിലൂടെ നടന്നുപോയി. ഏകാഗിയും നിരാശയുമായ ആ പെൺകുട്ടി യാദൃശികമായി ആ ചെറുപ്പക്കാരനെ കണ്ടു. അവർ ഒരിക്കലും പരസ്പരം സംസാരിച്ചില്ല. പക്ഷേ അവരുടെ കണ്ണുകൾ ഉടക്കി. ആ നിമിഷത്തിൽ മുമ്പൊന്നും അനുഭവിച്ചിട്ടില്ലാത്തൊന്ന് അവൾക്ക് അനുഭവപ്പെട്ടു. പ്രണയം. ആ യുവാവും അവളിലേക്ക് ആകർഷിക്കപ്പെട്ടു. അവളെക്കുറിച്ചോ അവളെ കാത്തിരിക്കുന്ന വിധിയെക്കുറിച്ചോ അവനൊന്നും അറിയുമായിരുന്നില്ലെങ്കിലും അവളോട് അവനൊരു ആത്മബന്ധം തോന്നി. ദിവസങ്ങൾ കടന്നു പോകും തോറും അവർ ജനാലയിലൂടെ പരസ്പരം കാണുന്നത് തുടർന്നു. അവരുടെ നിശബ്ദമായ പ്രണയം കൂടുതൽ ശക്തമായി. എന്നാൽ വീട്ടിൽ ഇതിനെക്കുറിച്ച് ആർക്കും അറിയില്ലായിരുന്നു. എല്ലാം കൃത്യമായി നടക്കുന്നുണ്ടെന്ന വിശ്വാസത്തിൽ കുടുംബം ആചാരത്തിനായുള്ള ഒരുക്കങ്ങൾ തുടർന്നു. ആചാരത്തിന് പെൺകുട്ടിയുടെ ശരീരവും മനസ്സും ശുദ്ധമായിരിക്കേണ്ടതുണ്ട്. എന്നാൽ യുവാവിനോടുള്ള അവളുടെ പ്രണയം അവളെ മാറ്റിമറിച്ചു. ആചാരം ആവശ്യപ്പെടുന്നത് പോലെയുള്ള നിഷ്കളങ്കമായ സ്പർശിക്കപ്പെടാത്ത ആത്മാവായിരുന്നില്ല അവളിപ്പോൾ. ആചാര ദിവസം കുടുംബം മുമ്പ് പലതവണ ചെയ്തിരുന്നത് പോലെ ആ ക്രൂരമായ പ്രവൃത്തി ചെയ്തു. അവർ പെൺകുട്ടിയെ കുതിരകളാൽ ബന്ധിച്ചു. അവളുടെ ശരീരം മുറിക്കപ്പെട്ടപ്പോൾ അവളുടെ രക്തം ആ പുണ്യകയറുകളെ കുതിർത്തു. പക്ഷേ ഇത്തവണ എന്തോ പാളിച്ച പറ്റി. പെൺകുട്ടിയുടെ സബലമാകാത്ത പ്രണയത്തിൽ രോഷാകുലരായ ആത്മാക്കൾ ആ ദുർബലമായ മുദ്ര തകർത്ത് പുറത്തു വന്നു. തുടർന്ന് കുടുംബത്തിൽ ഭയാനകമായ സംഭവങ്ങളുടെ ഒരു പരമ്പര തന്നെ അരങ്ങേറാൻ തുടങ്ങി. എന്താണ് സംഭവിച്ചെന്ന് മനസ്സിലാക്കിയ ഹിമുറോ കുടുംബനാഥൻ നിരാശയിലും ദേഷ്യത്തിലും വെന്തുരുകി. ശാപം ഒടുവിൽ അവരെ പിടികൂടിയെന്നും അതിൽ നിന്ന് ഇനി ഒരിക്കലും രക്ഷപ്പെടില്ലെന്നും അദ്ദേഹം തിരിച്ചറിഞ്ഞു.
ഭ്രാന്ത് പിടിച്ചതുപോലെ അദ്ദേഹം ഒരു കറ്റാന എടുത്ത് തൻ്റെ കുടുംബത്തിലെ ഓരോ അംഗങ്ങളെയും ക്രൂരമായി വെട്ടിക്കൊലപ്പെടുത്തി. മരണത്തേക്കാൾ ഭയാനകമായ ഒരു വിധിയിൽ നിന്ന് അവരെ കൊല്ലുന്നതിലൂടെ താൻ രക്ഷിക്കുകയാണെന്ന് അദ്ദേഹം വിശ്വസിച്ചു. ഇനി ആരും അവശേഷിക്കുന്നില്ലെന്ന് ഉറപ്പായപ്പോൾ ആ വാൾ അദ്ദേഹം സ്വന്തം നെഞ്ചിലേക്ക് തന്നെ കുത്തിക്കയറ്റി തൻ്റെ ജീവിതവും അവസാനിപ്പിച്ചു. ആ രാത്രിയിലെ ഭയാനകമായ സംഭവങ്ങൾക്ക് ശേഷം ആ മാളിക ഇപ്പോൾ ഉപേക്ഷിക്കപ്പെട്ട നിലയിലാണ്. പല കാലങ്ങളിൽ ബലിയർപ്പിക്കപ്പെട്ട ആ നിഷ്കളങ്കരായ പെൺകുട്ടികളുടെയും അവസാന നാളിൽ കുടുംബനാഥനാൽ കൊല ചെയ്യപ്പെട്ട ആ കൊട്ടാരത്തിലെ അംഗങ്ങളുടെയും ആത്മാക്കൾ ആ മാളികയുടെ ചുവരുകൾക്കുള്ളിൽ കുടുങ്ങിക്കിടന്നു. ആരും അവിടെ താമസിക്കാൻ ധൈര്യപ്പെട്ടില്ല. അതിലൂടെ കടന്നു പോകുന്നവർ പലപ്പോഴും അകത്ത് പ്രേതരൂപങ്ങൾ സഞ്ചരിക്കുന്നത് കണ്ടു. പകൽ സമയത്ത് പോലും കാണാത്ത എന്തോ ഒന്ന് നമ്മളെ നിരീക്ഷിക്കുന്നത് പോലെ അവിടെ നിഴലുകൾ ചലിക്കുന്നതായി തോന്നും. ഹിമുറോ കുടുംബത്തിൻ്റെ ശാപം അവരുടെയെല്ലാം മരണത്തോടെ അവസാനിച്ചില്ല. ആ മാളിയിൽ പ്രവേശിക്കുന്ന ആർക്കും ഭയാനകമായ ഒരു വിധി നേരിടേണ്ടി വരുമെന്ന് പറയപ്പെടുന്നു. ധൈര്യപ്പെട്ട മാളിക പരിവേഷണം ചെയ്യാൻ പോയ ചിലരെല്ലാം കൊല ചെയ്യപ്പെട്ടു. അവരുടെയെല്ലാം ശരീരത്തിൽ കയറുകൾ മുറിയെ പോലെയുള്ള പാടുകൾ കണ്ടെത്തി. ഹിമുറോ കുടുംബത്തെ സംരക്ഷിക്കാൻ ഉപയോഗിച്ച അതേ കയറുകളാൽ അവർ കഴുത്ത് ഞെരിച്ച് കൊല ചെയ്യപ്പെട്ടതുപോലെ. ചിലരുടെ മൃതദേഹങ്ങൾ ആചാരത്തിന് ഇരയാക്കപ്പെട്ടവരുടേതിന് സമാനമായി ചിന്ന ഭിന്നമാക്കപ്പെട്ട നിലയിൽ നിലവറയിൽ കണ്ടെത്തി. ആ വലിയ മാളിക ഇന്നും നിലനിൽക്കുന്നുണ്ട്, വനത്തിനുള്ളിൽ തലയെടുപ്പോടെ. അടുത്ത നിർഭാഗ്യവാനായ തങ്ങളുടെ കെണിയിൽ വീഴുമെന്ന് കാത്ത് അതിനുള്ളിൽ കുറേ ആത്മാക്കളും. ഇതിലെന്തെങ്കിലും സത്യമുണ്ടോ? ഭയാനകമായ ഈ ഐതിഹ്യം ജപ്പാനീസ് നാടോടി കഥകളിൽ ജനപ്രിയമാണെങ്കിലും മാളികയുടെ കൃത്യമായ സ്ഥാനത്തെക്കുറിച്ചും അവസാനം സംഭവിച്ച കൂട്ടക്കൊല നടന്ന കാലഘട്ടത്തെക്കുറിച്ചും എല്ലാവർക്കും ഒരേ അഭിപ്രായമല്ല ഉള്ളത്. ഇത്രയും ഭ്രാന്തമായ ഒരു കഥയും അതിനോട് പൊരുത്തപ്പെടുന്ന കുറേ ദൃക്സാക്ഷി വിവരണങ്ങളുള്ളപ്പോൾ പറയപ്പെടുന്ന സംഭവങ്ങൾക്ക് എന്തെങ്കിലും തെളിവുണ്ടോ എന്ന് ചോദിക്കേണ്ടതുണ്ട്. അതിനുള്ള കൃത്യമായ ഉത്തരം ഇല്ല എന്നത് മാത്രമാണ്. ഒന്നാമതായി, ഇതിൻ്റെ കാലഘട്ടം വ്യക്തമല്ല. രണ്ടാമതായി, മാളികയുടെ കൃത്യമായ സ്ഥാനത്തെക്കുറിച്ച് ആർക്കും ഒരു യോജിപ്പിലെത്താൻ കഴിയുന്നില്ല. ടോക്കിയോയുടെ പ്രാന്തപ്രദേശത്ത് തിങ്ങി നിറഞ്ഞ ഒരു വനത്തിനുള്ളിൽ ഇത് മറിഞ്ഞിരിക്കുന്നുവെന്ന് എല്ലാവരും പറയുന്നുണ്ടെങ്കിലും ഇത് നിലവിൽ കണ്ടെത്താൻ കഴിയാത്തത് എന്തുകൊണ്ടാണ്? പിന്നെ ഹിമുറോ മാൻഷൻ്റെ എന്ന് അവകാശപ്പെട്ട് ഇൻ്റർനെറ്റിൽ പ്രചരിക്കുന്ന ഫോട്ടോകളും വീഡിയോകളും യഥാർത്ഥമല്ല എന്നാണ് കൂടുതൽ അന്വേഷിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത്. കാരണം ഓരോന്നും ഒന്നിനോടൊന്ന് വ്യത്യസ്തമാണ്. ശരിക്കുള്ള ഹിമുറോ മാൻഷൻ ടോക്കിയോക്കടുത്തുള്ള ഏതെങ്കിലും വനത്തിനുള്ളിൽ ഇപ്പോഴും ഒളിഞ്ഞിരിക്കുന്നുണ്ടാവാം എന്നാണ് ചില ശുഭപ്രതീക്ഷകർ പറയുന്നത്. വിശ്വസനീയമായ തെളിവുകളൊന്നും കണ്ടെത്താനായില്ലെങ്കിൽ ഈ ഇതിഹാസം എവിടെ നിന്നാണ് വന്നത്? വർഷങ്ങളായി ആളുകളുടെ ഇടയിൽ വാമൊഴിയായി കൈമാറ്റം ചെയ്യപ്പെടുന്ന വെറുമൊരു ഐതിഹ്യമാവാനാണ് കൂടുതൽ സാധ്യത. മറ്റൊരു തിയറി എന്താണെന്ന് വെച്ചാൽ ഒരു ഹൊറർ വീഡിയോ ഗെയിം ജനകീയമാക്കുന്നതിനുണ്ടാക്കിയ ഒരു കെട്ടുകഥയാണ് ഇതെന്നാണ്. അതെന്താണെന്ന് നമുക്ക് നോക്കാം. 2001 ഡിസംബറിൽ ജപ്പാനിൽ സീറോ എന്ന പേരിൽ ഒരു വീഡിയോ ഗെയിം പുറത്തിറങ്ങി. അടുത്ത വർഷം ഇത് അമേരിക്കയിൽ ഫാറ്റൽ ഫ്രെയിം എന്ന പേരിൽ അതേ കമ്പനി തന്നെ പുറത്തിറക്കി. ഈ ഗെയിമിൽ മൈക്കു എന്നു പേരുള്ള ഒരു കൗമാരക്കാരിയായിട്ടാണ് നമ്മൾ കളിക്കുന്നത്. അവൾ കാണാതായ തൻ്റെ സഹോദരനെ അന്വേഷിച്ച് ഹിമുറോ മാളിയിലേക്ക് പോകുന്നതായിട്ടാണ് ഈ ഗെയിം. ഇതൊരു യഥാർത്ഥ കഥയെ അടിസ്ഥാനമാക്കി ഉണ്ടാക്കിയതാണ് എന്ന് പറഞ്ഞാണ് ഇതിൻ്റെ പ്രൊഡ്യൂസേഴ്സ് ഈ ഗെയിം US-ൽ മാർക്കറ്റ് ചെയ്തത്. എന്നാൽ ജപ്പാനിൽ പുറത്തിറങ്ങിയ സീറോ എന്ന പതിപ്പ് ആ രീതിയിലല്ല മാർക്കറ്റ് ചെയ്തത്. US റിലീസ് സമയത്ത് ഒരു പ്രസ് മീറ്റിൽ ഗെയിമിൻ്റെ ചീഫ് പ്രൊഡ്യൂസർ ഹിമുറോ മാൻഷൻ്റെ കഥ രസകരവും വിചിത്രവുമായ രീതിയിൽ അവതരിപ്പിക്കുന്നുണ്ട്. ആ മാളികയും അതിൻ്റെ കഥയും യഥാർത്ഥമാണെന്ന രീതിയിൽ. അതിനാൽ ഈ കഥ ഈ ഗെയിമിൽ നിന്നാണോ ഉത്ഭവിച്ചത്? എന്നാൽ അങ്ങനെ കരുതുകയാണെങ്കിൽ ആ ഇതിഹാസം ജപ്പാനിൽ എങ്ങനെ ഇത്ര ജനപ്രിയമായി എന്നതിനോ നിരവധി ജപ്പാനീസ് നാടോടി കഥാ പുസ്തകങ്ങളിലും ചർച്ചകളിലും അതെങ്ങനെ ഇടം പിടിച്ചു എന്നതിനോ ഉറച്ച ഒരു ഉത്തരം പറയാൻ കഴിയില്ല. എന്തായാലും ഹിമുറോ മാളികയുടെ കഥ ജപ്പാനിലെ ഏറ്റവും ഭയാനകമായ നാടോടി കഥകളിലൊന്നാണ്. ആ മാളികയുടെ ചുവരുകൾക്കുള്ളിൽ പതിയിരിക്കുന്ന ഭീകരതയുടെ ഒരു ചെറിയ അംശം മാത്രമേ ഫാറ്റൽ ഫ്രെയിം എന്ന ഗെയിമിൽ കാണിച്ചിട്ടുള്ളൂ. എന്നാൽ എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ഹിമുറോ മാളിക യാഥാർത്ഥ്യമാണോ മിഥ്യയാണോ? വിട്ടുപോയ എന്തെങ്കിലും വിശദാംശങ്ങളോ വസ്തുതകളോ നിങ്ങൾക്ക് ഞങ്ങളുമായി പങ്കുവയ്ക്കാനുണ്ടോ? താഴെ കമൻറ്റ് ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ബെല്ലൈക്കൺ അമർത്തി സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും നന്ദി. ഗുഡ് ബൈ.